വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. എന്നാൽ ഈവനിങ് വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഈവനിങ് വ്ളോഗിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം സ്നാക്കാണല്ലോ, അതുകൊണ്ട് സ്നാക്ക് തന്നെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. കിട്ടിയ ക്ലിപ്പൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ നമ്മുടെ സ്നാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് കട്ട്ലൈറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഇത്താത്താക്കാണ് കേട്ടോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ മുക്കിയൊക്കെ എടുത്തു, പിന്നെ ചിലത് കരിനൊക്കെ കൊടുത്തു കേട്ടോ. ചിലതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നുന്നു, നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയ്തോ. ഇപ്പോൾ ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അത് രണ്ടും കൂടി നല്ലോണം മിക്സാക്കി കൊടുത്തു. എഫക്റ്റ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കളർ കാണുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഐറ്റം എഗ്, അതും ഇട്ടു നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇട്ടത് ചില്ലി പൗഡറാണ് കേട്ടോ, അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ അടുത്ത് വരണേ ഉള്ളൂ അല്ലേ. ഇപ്പം ഇട്ടത് മസാല പൗഡറാണ് കേട്ടോ, അതും ഇട്ടു നല്ലോണം മിക്സാക്കി. പിന്നെ അതേ പെപ്പറും ഇട്ടു. എഫക്റ്റ് മാറ്റിയിട്ടുള്ള കളറാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പൊട്ടാറ്റോ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു. പൊട്ടാറ്റോ വേവിച്ചെടുക്കണം, അങ്ങനെ എന്തോ കേട്ടോ. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് പോർഷൻ വ്യൂ. പിന്നെ ഇത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഇതൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഇതിനെ മുക്കി നല്ലോണം ബ്രെഡിലൊക്കെ ഇട്ട് ഇതാക്കിയെടുക്കണം. അപ്പം ഞാനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ കാര്യം ഞാനാണെന്നൊന്നും പറയില്ല കേട്ടോ. ചിലതൊക്കെ ഞാൻ ചെയ്യും, ചിലതൊക്കെ ഇത്ത് ചെയ്യും, മിക്കത് ഇത്ത് ചെയ്യും. ഞാൻ വീഡിയോ എടുക്കും, ചിലത് ഇത്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം. പിന്നെ ഈ ബ്രെഡ് പൊടിയേക്കാളും നല്ലത് നമ്മുടെ റസ്ക്കാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വട്ടം കട്ട്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസ്ക് വെച്ച് ചെയ്തപ്പോൾ നല്ല ഇതായിട്ട് പൊരിച്ച് കിട്ടിയായിരുന്നു. പക്ഷേ ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ പൊരിക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ ആ തരികളൊക്കെ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ റസ്ക് എടുക്കാം, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പാതി വഴിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യമുണ്ട് ഗൈസ്, ഡെസ്ക് മേക്കോറിൻ്റെ വീഡിയോ കഴിയാറായിട്ടോ, ഏകദേശം കഴിയാറായി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഡെസ്ക് മേക്കോറാട്ടോ. അവരും കണ്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ ഇതെല്ലാം കഴിയാറായിട്ടോ, അവസാനത്തെ ഞാൻ തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പൊരിച്ച് വയ്ക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു വ്യൂ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇതാണ് അടുക്കള വശത്തെ വ്യൂ, ഇതാണ് അവിടെ പൊരിച്ച വ്യൂ. അപ്പോൾ ഓക്കെ ബൈ.